ഹലോ എവറി വൺ, വെൽക്കം ടു പ്രോഫിറ്റ്സ് ചാനൽ. നമ്മളിന്ന് പരിചയപ്പെടുന്ന പോർട്ടർ എന്ന് പറഞ്ഞിട്ടൊരു ലോജിസ്റ്റിക് ആപ്ലിക്കേഷനാണ്. ഇത് നമുക്ക് എല്ലാവർക്കും യൂസ്ഫുള്ളായിട്ടുള്ളൊരു ആപ്ലിക്കേഷനാണ്. ദാറ്റ് മീൻസ് നമുക്കെല്ലാവർക്കും എന്തെങ്കിലും തരത്തിൽ ഒരു ഗുഡ്സ്, എന്തെങ്കിലും നമ്മുടെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാനോ എന്ത് തരം കാര്യങ്ങളായിരുന്നാലും നമുക്കിപ്പോൾ പറഞ്ഞു തന്നാൽ വീട്ടിൽ കുറച്ച് സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു സ്ഥലത്ത് എത്തിക്കണം. അപ്പോൾ അതിന് നമ്മൾ മിക്കപ്പോഴും ഒരു ഓട്ടോ നമ്മൾ ജംഗ്ഷനിൽ പോയിട്ടോ അല്ലെങ്കിൽ മറ്റവിടെ നിന്ന് നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ആ സമയത്ത് നമുക്ക് അവിടെ വരെ ചെല്ലണം. പക്ഷേ ഈ പോർട്ടർ ആപ്ലിക്കേഷനിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ നമ്മൾ എങ്ങും ചെല്ലണ്ട, ഊബർ ക്യാബ് നമ്മൾ ബുക്ക് ചെയ്യുന്ന പോലെ അത്ര ഈസിയാണ്. നമുക്ക് ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെ നമുക്ക് ബുക്ക് ചെയ്യാം. വണ്ടി നമ്മുടെ വീട്ടിൽ വരും, എന്നിട്ട് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്ന എന്താണ് ആ സാധനം നമുക്ക് നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, എനിക്കൊരു എൻ്റെ ഓഫീസിലെ ഒരു ടേബിൾ അല്ലെങ്കിൽ വീട്ടിലൊരു ടേബിൾ മറ്റൊരു സ്ഥലത്ത് എത്തിക്കണം. അപ്പോൾ അതിന് ഈ പോർട്ടർ ആപ്ലിക്കേഷനിൽ നമുക്ക് ബുക്കിംഗ് ചെയ്തിട്ടുണ്ട്. ഈ സാധനം എവിടെയാണോ എത്തിക്കേണ്ട ലൊക്കേഷൻ കൊടുത്താൽ മതി. അവിടെ ആൾ വന്ന് നമ്മളെ കളക്ട് ചെയ്ത് നമ്മുടെ എന്താണോ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു തരും. അതിന് വളരെ ചെറിയൊരു ചാർജാണ് അവർ ഈടാക്കുന്നത്. ആ ചാർജോടൊപ്പം തന്നെ നമുക്കിത് ട്രാൻസ്പോർട്ട് ചെയ്യാനും പറ്റും. ഒപ്പം നമ്മൾ ഊബർ ബുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് എത്ര രൂപ കോസ്റ്റ് ആവുമെന്ന് നമുക്ക് ഇത് ബുക്ക് ചെയ്യുമ്പോൾ തന്നെ അറിയാനും പറ്റും. ആ ഒരു കോസ്റ്റ് മാത്രമേ നമുക്ക്, ആ ഒരു എമൗണ്ട് മാത്രമേ നമുക്ക് പേയബിളായിട്ടും വരുന്നുള്ളൂ. ഇനി ആ ആപ്ലിക്കേഷൻ എങ്ങനെയാണ് നമുക്ക് യൂസ്ഫുൾ ആവുന്നതെന്നുള്ളതും അതിൻ്റെ യൂസേജസ് എന്തൊക്കെയാണെന്നും ചെക്ക് ചെയ്യാം. നമുക്ക് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ലൊക്കേഷൻ സർവീസസ് ചോദിക്കും. ലൊക്കേഷൻ അലോ കൊടുക്കുന്നു. അലോ കൊടുത്തതിന് ശേഷം നമ്മൾ ലാംഗ്വേജസ് ചൂസ് ചെയ്യണം. ലാംഗ്വേജസ് ചൂസ് ചെയ്ത് നമ്മുടെ മൊബൈൽ നമ്പർ കൊടുത്ത് അതിൽ ലോഗിൻ ചെയ്യണം. ദെൻ നമുക്ക് നമ്മുടെ എന്ത് പാർസലാണ് എവിടത്തേക്കാണ് വേണ്ടതെന്നാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ, ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്ത് ഇത് അവൈലബിൾ അല്ല, അതായത് ട്രിവാൻഡ്രത്ത് ബൈക്ക് സർവീസ് മാത്രമേ അവൈലബിൾ ഉള്ളൂ. എറണാകുളത്ത് എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്. അപ്പോൾ എറണാകുളമാണ് ഞാനിപ്പോൾ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ എറണാകുളം ചൂസ് ചെയ്തു. ട്രക്സ് ഉണ്ട്, ടു വീലേഴ്സ് ഉണ്ട്. അപ്പോൾ ചെറിയ പാർസൽസാണ് ടു വീലേഴ്സ് നമുക്ക് അഫോർഡ് ചെയ്യാം, അല്ലാത്തതാണെങ്കിൽ ട്രക്സ്. അപ്പോൾ നമ്മളൊരു ഡെസ്റ്റിനേഷൻ കൊടുക്കുന്നു. ഡെസ്റ്റിനേഷനിൽ എത്ര ചാർജ് ആകുമെന്ന് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ കാക്കനാട് കൊടുക്കുന്ന കാക്കനാട് ഡെസ്റ്റിനേഷൻ കൊടുത്തു. നമ്മുടെ റിസീവർ നെയിം, റിസീവറിൻ്റെ ഡീറ്റെയിൽ, റിസീവർ മീൻസ് നമ്മൾ എവിടെയാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അവിടത്തേക്ക് അത് നമുക്ക് അവരുടെ ഡീറ്റെയിൽസ് കൊടുത്ത് ഓർഡർ കൺഫേം ചെയ്യണം. ദെൻ നമ്മുടെ ചാർജസ് കാണിക്കുന്നു. ഇപ്പം 383 രൂപയാണ്. അത്ര രൂപ ഇത്ര കിലോഗ്രാം വരയ്ക്കും ട്രക്കിൽ നമുക്ക് ക്യാരി ചെയ്യാം. അത് ഡീറ്റെയിൽസും എല്ലാം ഉണ്ട്. നമുക്ക് ഏതാണോ നമ്മുടെ ഫെയർ, നമുക്ക് എങ്ങനെയുള്ളതാണ് വേണ്ടത്, എത്ര വെയിറ്റാണോ ഇത്. ഇതിലിപ്പോൾ കണ്ടില്ല 88 ഏസിന് ആ ഒരു ഓഫറുണ്ട്. ഞാനിപ്പോൾ അതാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഏതുവേണോ ചൂസ് ചെയ്യാം. ബട്ട് ഇപ്പോൾ ഞാനതൊരു എക്സാമ്പിളിൽ ചെയ്തതേ ഉള്ളൂ. ഇത് നമ്മൾ ചൂസ് ചെയ്തു. അതിനുശേഷം ചൂസ് ഗുഡ് ടൈപ്പ്, ഏത് ടൈപ്പ് ഓഫ് ഗുഡ്സാണ് നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിതൊരു മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് ചൂസ് ചെയ്യണം. ചൂസ് ചെയ്തിട്ട് ഏതാണ്, ജനറലാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടൈപ്പാണോ എന്നുള്ള എല്ലാ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജനറൽ ചൂസ് ചെയ്തു. അതിൽ വെയിറ്റും കാര്യങ്ങളും കൊടുക്കാം. നമുക്ക് അത് അപ്ഡേറ്റ് ചെയ്യുന്നു. ദെൻ ബുക്ക് നമുക്ക് ഏസാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ബുക്ക് ചെയ്തു. ദെൻ നമ്മുടെ ഡ്രൈവർ എവിടെയുണ്ട് എന്നുള്ള ഇപ്പം ഉടനെ തന്നെ പോപ്പ് ലൈക്ക് ഊബർ ഇപ്പോൾ ഫൈൻഡിങ് നടക്കുവാണ്. നമുക്ക് ഇപ്പോൾ തന്നെ നമ്മുടെ ഡ്രൈവറിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. ഡ്രൈവർ ഡീറ്റെയിൽസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഡീറ്റെയിൽസും ഡ്രൈവറിൻ്റെ കോൺടാക്റ്റും എല്ലാം വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ ഞാനിത് ബുക്കിംഗ് ഓർഡർ ചെയ്യുന്നില്ല, ബിക്കോസ് നമുക്കിപ്പം നീഡല്ല, ഇതൊരു ഡെമോ ആയിട്ട്. പക്ഷേ നമുക്കിതൊരു ഓർഡർ ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൽ ഡ്രൈവറിന് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാം. ഇവിടെ ഇന്ന സ്ഥലത്ത് വരണം, ഇന്നൊരു ഡീറ്റെയിൽസ് നമ്മുടെ വീട്ടിലോട്ട് എത്തിച്ചേരേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഓഫീസിൽ എത്തിച്ചേരേണ്ട ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് ഡ്രൈവറിന് ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നമ്മുടെ ഓർഡർ ബുക്ക് ചെയ്ത് ബാക്കി കാര്യങ്ങൾ പ്ലേസ് ചെയ്യാൻ പറ്റും. നമുക്ക് അങ്ങനെ തന്നെ സർവീസ് യൂസ് ചെയ്യുകയും ചെയ്യാം. ഇനി നമുക്കിത് ഉപയോഗിക്കുമ്പോഴുള്ള നമ്മുടെ അതർ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം.
അതായത് നമുക്കിപ്പോൾ ഈ ഓർഡർ ചെയ്യുമ്പോൾ 6 കോയിൻസ് കിട്ടുന്നുണ്ട്. ഈ കോയിൻസ് വെച്ച് നമുക്ക് അടുത്ത ഓർഡറിൽ നമുക്കത് ഈ കോയിൻസ് ഉപയോഗിക്കാം. ഈ കോയിൻസ് എന്തിനാ വെച്ചാൽ നമുക്കിപ്പോൾ ഇതിൽ 6 കോയിൻസ് കിട്ടി, ഇത് അടുത്തതിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഫെയറിൽ കുറഞ്ഞ് കിട്ടും. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഏതൊക്കെ ഡെസ്റ്റിനേഷനിൽ ഇത് ഉപയോഗിക്കാം എന്നുള്ള എല്ലാം ഉണ്ട്. ഇപ്പോൾ റിവാർഡ് പോയിൻറ്റ്സ് എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത്, എങ്ങനെയാണ് ഇത് റെഡ്യൂസ് ചെയ്യുന്നത്, എല്ലാ ഡീറ്റെയിൽസും ഇതിലുണ്ട്. ഇത് 30 ദിവസത്തിനുള്ളിലാണ് ഇത് റിഡീം ചെയ്യേണ്ടത്. അതിന് ശേഷം കഴിഞ്ഞാൽ അത് നമുക്ക് ക്യാൻസലായി പോകും. സോ ആ റൂൾസ് എല്ലാം ഇവിടെ ഡീറ്റെയിൽ ആയിട്ടുണ്ട്, അത് ജസ്റ്റ് ചെക്ക് ചെയ്താൽ മതി. ഇനി ഇതിൽ എവിടെയൊക്കെ സർവീസസ് ഉണ്ട്, ഈ കമ്പനി എത്ര വർഷമായി എന്നൊക്കെ. അപ്പോൾ 10 വർഷത്തോളം ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഈ സർവീസസ് അവർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ 22ഓളം മേജർ സിറ്റീസിൽ അവർ വർക്ക് ചെയ്യുകയാണ്. ഹൈദരാബാദ്, ബാംഗ്ലൂർ, മുംബൈ, ഡൽഹി എല്ലായിടത്തും. അപ്പോൾ ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് കേരളത്തിലാണെങ്കിൽ ട്രിവാൻഡ്രം, എറണാകുളം, കാലിക്കറ്റ്, തൃശ്ശൂർ, അങ്ങനെ ഓൾമോസ്റ്റ് എല്ലായിടത്തും ഈ സർവീസ് ഉണ്ട്. ചില സ്ഥലങ്ങളിൽ മോട്ടോർ സൈക്കിൾ മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ എൻക്വയറീസ് കൂടുന്നതനുസരിച്ചിട്ട് അവിടെ അവർ ട്രക്കും ബാക്കി ഓട്ടോറിക്ഷ സർവീസ് എല്ലാം ആഡ് ഓൺ ചെയ്യും. ഇപ്പം ഞാൻ എന്തുകൊണ്ട് ഇത് എടുത്ത് പറഞ്ഞു പറഞ്ഞാൽ ട്രിവാൻഡ്രത്ത് ഇപ്പോൾ ബൈക്കിൻ്റെ മാത്രമേ ഉള്ളൂ. ബൈക്ക് എൻ്റെ എന്ന് പറയുമ്പോഴേക്കും എങ്ങനെ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് ചെറിയ ചെറിയ ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടല്ലോ, അതെല്ലാം ഈ ബൈക്കിലൂടെ തന്നെ ഉപയോഗിക്കാം. നമുക്കൊരു ചെറിയൊരു ലെറ്റർ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാധനങ്ങൾ, ചെറിയ എന്തെങ്കിലും കുറിച്ച് നമുക്ക് അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ വളരെ അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് ഉടനടി ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നിടത്ത് എത്തിക്കാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻസിൻ്റെ ഗുണങ്ങൾ. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഒരു കറണ്ട് ട്രാൻസ്പോർട്ടേഷൻ നീഡ് നമുക്ക് വേറെ എങ്ങും പോകാതെ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള വളരെ വളരെ വലിയൊരു ഗുണമെന്ന് പറയുന്നത്. നമ്മൾ അല്ലാതെ ഇപ്പോൾ അറിയാമല്ലോ, നമുക്ക് എവിടെയെങ്കിലും ഒരു ഓട്ടോറിക്ഷ ചെക്ക് ചെയ്യണം, അവരോട് വില ചോദിക്കണം, ആ റേറ്റ് നമുക്ക് അഫോർഡബിൾ ആയിരിക്കില്ല. നമ്മൾ മിക്കപ്പോഴും ചീറ്റ് ചെയ്യപ്പെടാറുണ്ട്. സോ അതിൽ നിന്നൊക്കെ ഒരു റിലീഫാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ട് നമുക്കുള്ള യൂസേജ് എന്നാണ്. വളരെ ഫ്രണ്ട്ലി ആപ്ലിക്കേഷനാണ്, സർവീസസ് വളരെ ഗുഡാണ്. സോ ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അതിൻ്റെ റിസൾട്ട്സ് കമൻസായിട്ട് അറിയിക്കുക. ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്, നമുക്കതിൽ യൂസേജസ് ഒക്കെ എങ്ങനെയുണ്ട്, റിലയബിൾ ആണോ അല്ലേ എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു.